പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അന്ന് റമദാനിലെ ഒരു പാതിരാവിലാണ് സൂര്യൻ ഉദിച്ചത്. ഖുർആനാകുന്ന പ്രപഞ്ചത്തിൻ്റെ സൂര്യൻ. ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ. തീർച്ചയായും വിധി നിർണയ രാവിൽ നാം ഖുർആൻ അവതരിപ്പിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആ രാത്രിയെ അനുഗ്രഹീതമായ രാത്രി എന്നും അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. തീർച്ചയായും അനുഗ്രഹീയമായ ഒരു രാവിൽ നാം ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ രാവിനെ കുറിച്ച് നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും ശ്രേഷ്ഠതയുള്ള രാവാണ് അത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ വിധി നിർണയ രാവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. നിനക്കൊന്നും അറിയില്ല. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. വിധി നിർണയ രാവിനെ കുറിച്ച് നിനക്കെന്തറിയാം? എന്നിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നു. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ആ രാവ് 1000 മാസങ്ങളേക്കാൾ ഉത്തമമാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷമാണ്. ഒരൊറ്റ രാവ് കൊണ്ട് ഒരായുസ് മുഴുവൻ ലഭിക്കും. റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റ രാവുകളിലാണ് നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്. അലസമായിരുന്നാൽ നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടു പോകും. ശ്രദ്ധിച്ച് കാത്തിരുന്നാൽ അത് കിട്ടിയാൽ ഒരായുസ് മുഴുവൻ നമുക്ക് ലഭിക്കും. ജാഗ്രതയോടെ കാത്തിരിക്കുക, അത് ലഭിക്കുവാൻ വേണ്ടി പണിയെടുക്കുക. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.